ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ വീഡിയോയിൽ ഇന്നത്തെ ദിവസം മുഴുവനായിട്ട് എനിക്ക് ആഡ് ചെയ്യണമെന്നാണ്. പക്ഷേ അങ്ങനെ ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് മുഴുവനായിട്ടും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഏത് സമയവും ഈ ഫോണും പിടിച്ച് നടക്കേണ്ട ആ ഒരു സിറ്റുവേഷനാണ് മുഴുവനായിട്ട് വീഡിയോ എടുക്കുക എന്ന് പറയുന്നത്. അച്ഛനും മോളും കൂടെ രാവിലെ ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അതാണ് ലിയമോളെ ബാഗാണ് കടിച്ച് പറിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിതൊക്കെ മടക്കി വെച്ച് എല്ലാം ബെഡെല്ലാം സെറ്റ് ചെയ്ത് ക്ലീൻ ചെയ്തിടുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഫുഡെല്ലാം ആക്കി വെച്ചിട്ടാണ് വന്നത്. അതൊന്നും എനിക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, തിരക്ക് പിടിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് പലതും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഇനിയുള്ള എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ലിയമോക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ലിയമോക്ക് ഇന്ന് ചപ്പാത്തിയും ക്യാരറ്റ് പുഴുങ്ങിയതും ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ ഇതിൽ മുഴുവനായിട്ടൊന്നും കഴിക്കത്തില്ല. എടുത്തതിൽ ഒരു പാതി കഴിച്ചാൽ അത്രയും രക്ഷയായി. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ സോപ്പിട്ട് ഞാൻ അത് കൊടുക്കട്ടെ. അവളത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാനും കൂടെ എൻ്റെ ചായ എടുത്ത് കുടിക്കുന്നുണ്ട്. ഞാൻ എടുത്തത് പകുതി ആയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് വീഡിയോ എടുക്കണമല്ലോ എന്ന്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഉച്ചക്കേക്കുള്ള ആഹാരം റെഡിയാക്കുന്നുണ്ട്. അയല മുളകിട്ടതും പച്ചക്കറിയാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. പച്ചക്കറീൻ്റെ വീഡിയോ എടുക്കാനൊക്കെ മറന്നു. അങ്ങനെ മീൻകറി ഇവിടെ ആവട്ടെ കേട്ടോ. അല്ല, പുളിയും മുളകിട്ടത്. ഇവിടെ ഇതിന് മീൻകറി എന്ന് പറയുമെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ മുളകിട്ടത് എന്നാട്ടോ പറയാം. എൻ്റെ എല്ലാ ജോലിയും ഒതുങ്ങിയപ്പോൾ ലിയമോളെയും കുളിപ്പിച്ചിട്ട് ഞാനിവിടെ കളിക്കാൻ ഇരുത്തിയിട്ടുണ്ട്. കൂടെ അപ്പൂപ്പനും ഉണ്ട് കേട്ടോ കളിക്കാൻ വേണ്ടി. ലിയമോളിപ്പോൾ മുട്ടിൽ സ്പീഡിൽ എഴയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തറയിൽ ഇരുത്താൻ പറ്റും, കട്ടിലിൽ ഇരുത്താൻ പറ്റത്തില്ല. അങ്ങനെ പായ വിരിച്ച് തറയിലിരുത്താറാണ് പതിവ്. പായ വിരിച്ചാലും അവൾ പായയിലൊന്നും ഇരിക്കത്തില്ല, എപ്പോഴും വെളിയിൽ ചാടും. അങ്ങനെ തറയിലെല്ലാം പെറുക്കി കഴിക്കാറാണ് പതിവ്. അവൾക്ക് എന്ത് കൊടുത്താലും അത് തറയിലിട്ട് കൊടുത്തന്നെ അവൾ കഴിച്ചോളും. അപ്പോൾ അങ്ങനെ ഒരു 12:30 ആയപ്പോൾ മീതു എന്തൊക്കെയോ പലഹാരങ്ങളോ എന്തൊക്കെയോ വാങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ആ പൊതി തുറക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് ഓടുന്നുണ്ട് കട്ടിൽ നിന്ന്. അങ്ങനെ വാങ്ങിയത് ഐസ്ക്രീമായിരുന്നു. എനിക്കൊരു കോൺ ഐസ്ക്രീമും പിന്നെ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ഒരു പാക്കും വാങ്ങിയിരുന്നേ. ഇത് കണ്ടോ, ബട്ടർ സ്കോച്ച് വിത്ത് ചോക്ലേറ്റാണ് കേട്ടോ. ഇതിന് ഡിസൈൻ ചെയ്ത് കണ്ടോ, നല്ല ഫിനിഷിംഗ് ഇല്ലേ. അപ്പോൾ ഞാൻ കഴിക്കുന്നുണ്ട്. ലിയമോളും എന്നോട് വഴക്കാണ്, അവൾക്കും വേണമെന്ന് പറഞ്ഞ് അവൾക്കൊരു പീസ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ ചോറ് തന്നിട്ടുണ്ട്, മധുരം തലക്ക് പിടിച്ച്. അത് കഴിഞ്ഞ് ഞാൻ റൂമെല്ലാം ഒന്ന് തൂത്ത് വാരിക്കളയാണ്. മുഴുവനായിട്ടും അവിടെ ഇവിടെയൊക്കെ ചോറാക്കിയിട്ടുണ്ട്. എൻ്റെ കോലം കണ്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കണ്ട. ഞാനൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തതാണ്, കുളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ലിയമോളെ ഉറക്കി ഞാനും അങ്ങ് മയങ്ങിപ്പോയിടും. അങ്ങനെ വൈകിട്ട് ഒരു 5 മണിയായപ്പോഴാണ് ഞെട്ടുന്നത്. അങ്ങനെ ചായ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മധുരവും കൂടെ ചേർക്കണം. ഇതിങ്ങനെ ചെയ്യുന്നത് എന്താ അറിയോ, കുറച്ച് ചായപ്പൊടി ഇട്ട് കടുപ്പം വരുത്തുകയാണ്. ചിലർ ഒത്തിരി ചായപ്പൊടി ഇട്ട് പെട്ടെന്ന് കടുപ്പം വരുത്തി അടുപ്പിൽ നിന്ന് ഇറക്കുന്നത് കാണാം. പക്ഷേ എനിക്കിഷ്ടം കുറച്ച് ചായപ്പൊടി ഇട്ട് കുറേ സമയം ഇളക്കാൻ വെച്ചതിന് ശേഷം ഒരു ഏലക്കായ ഇട്ട് അങ്ങനെ അങ്ങ് തിളപ്പിച്ച് കടുപ്പം ഇറക്കി കൊണ്ടുവരുന്നതാണ് കേട്ടോ. ചായക്ക് കൂട്ടാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നുമില്ല. ലിയമോള ബിസ്ക്കറ്റ് ഓസിക്ക് എടുക്കുന്നുണ്ട്. എനിക്കൊന്ന് കുളിക്കാനും ഇനി നാളത്തെ ചായൻ്റെ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അരി അരപ്പ് എനിക്ക് റെഡിയാക്കണം. അപ്പോഴേക്കും അച്ഛനും മോളും ഒന്ന് റോഡ് കറങ്ങി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ അപ്പത്തിന് വേണ്ടിയാണ് കൂട്ടരക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 8 മണിയായപ്പോൾ ലിയമോക്ക് രാത്രിയുള്ള ഫുഡൊക്കെ കൊടുത്ത് കഞ്ഞിയാണ് ലിയമോൾ കഴിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു ജ്യൂസ് പാർസൽ വാങ്ങാൻ വേണ്ടി പോയിരുന്നേ. അതാണ് ഇവിടെ നിൽക്കുന്നത്. അതും കുടിച്ച് ഇന്നത്തെ ദിവസം ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരും വരെ ബൈ.